ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 33 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ ഉപവാസത്തെക്കുറിച്ചുള്ള വലിയൊരു തർക്കം നാം കാണുന്നു. യോഹന്നാന്റെ ശിഷ്യന്മാരും ഫരീസിയരും ഉപവസിക്കുമ്പോൾ നിന്റെ ശിഷ്യന്മാർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് കർത്താവ് നൽകുന്ന മറുപടി പൗരസ്ത്യ സഭയുടെ നോമ്പ് വീക്ഷണത്തിന്റെ കാതലാണ്. പൗരസ്ത്യ പിതാക്കന്മാർ ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നത് മണവാളൻ എന്നാണ്. മണവാളൻ കൂടെയുള്ളപ്പോൾ വിവാഹ ആഘോഷത്തിൽ പങ്കെടുക്കുന്നവർ ഉപവസിക്കേണ്ടതില്ല. എന്നാൽ മണവാളൻ വേർപിരിയുന്ന കാലം വരും, അപ്പോൾ അവർ ഉപവസിക്കുമെന്ന് കർത്താവ് പറയുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ നോമ്പ് എന്നത് വെറുമൊരു ഭക്ഷണവർജനമല്ല, മറിച്ച് മണവാളനായ ക്രിസ്തുവിനോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ പ്രകടനമാണ്. പാപം വഴി നമ്മുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ തിരിച്ചു പിടിക്കാനുള്ള ആത്മീയ ദാഹമാണ് നോമ്പ്. ദൈവമേ, അങ്ങില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല എന്ന ഏറ്റുപറച്ചിലാണത്. പൗരസ്ത്യ ആരാധനാക്രമത്തിൽ നാം പ്രാർത്ഥിക്കുന്നത് പോലെ ഇത് പ്രകാശപൂർണമായ ഒരു ദുഃഖത്തിന്റെ കാലമാണ്. നമ്മുടെ പാപങ്ങളെ ഓർത്ത് നാം ദുഃഖിക്കുമ്പോൾ ക്രിസ്തു നൽകുന്ന ഉദ്ധാനത്തിന്റെ പ്രകാശത്തെ നാം നോക്കി പാർക്കുന്നു. തുടർന്ന് കർത്താവ് പറയുന്ന ഉപമ ശ്രദ്ധേയമാണ്. പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ആരും ഒഴിച്ചു വെക്കാറില്ല. പൗരസ്ത്യ പാരമ്പര്യത്തിൽ നോമ്പ് എന്നത് ഒരു ആത്മീയ നവീകരണമാണ്. പുതിയ വീഞ്ഞ് അത് ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവുമാണ്. തോൽക്കുടം അത് നമ്മുടെ ജീവിതമാണ്. പഴയ സ്വഭാവങ്ങളും വിദ്വേഷവും അഹങ്കാരവും പേറുന്ന പഴയ തോൽക്കുടങ്ങളിൽ ക്രിസ്തുവാകുന്ന പുതിയ വീഞ്ഞിനെ ഉൾക്കൊള്ളാൻ നമുക്കാവില്ല. നമ്മുടെ ഹൃദയങ്ങൾ അലിഞ്ഞ് പുതുതാകണം. നോമ്പിലൂടെ നമ്മുടെ ഹൃദയമാകുന്ന തോൽക്കുടത്തെ നാം പാകപ്പെടുത്തിയെടുക്കുകയാണ്. ശരീരത്തെ ഉപവാസം വഴി തളിക്കുമ്പോൾ ആത്മാവ് പുതിയ വീഞ്ഞിനെ സ്വീകരിക്കാൻ പാകത്തിൽ മൃദുവാകുന്നു. പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കാനുള്ള ഒരു തീർത്ഥാടനമാണിത്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലത്ത് നമ്മുടെ ഉപവാസം കേവലം ബാഹ്യമായ ചടങ്ങുകളിൽ ഒതുങ്ങിപ്പോകരുത്. വെറും പഴയ തുണിയിൽ പുതിയ തുണി കഷ്ണം വെച്ചു പിടിപ്പിക്കുന്നത് പോലെ ആകരുത് നമ്മുടെ ഭക്തി. മറിച്ച് നമ്മുടെ ഉള്ളിലെ പഴയ മനുഷ്യനെ പൂർണ്ണമായി മാറ്റി ക്രിസ്തുവിനായി സമർപ്പിക്കാം. ഈ നോമ്പുകാലം അവസാനിക്കുമ്പോൾ ഉദ്ധിതനായ കർത്താവിനെ സ്വീകരിക്കാൻ തക്കവിധം നമ്മുടെ ഹൃദയങ്ങൾ പുതിയ തോൽക്കുടങ്ങളായി മാറട്ടെ. വലിയ നോമ്പിന്റെ ഈ വിശുദ്ധ നാളുകൾ ക്രിസ്തുവാകുന്ന പുതിയ വീഞ്ഞിന്റെ മാധുര്യം നുകരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.